പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ലോകോത്തര നിലവാരമുള്ള യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച് വൻ ശക്തികൾക്ക് പോലും വെല്ലുവിളിയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. INS മാഹി എന്ന അത്യാധുനിക അന്തർവാഹിനി വേദ കപ്പലിന്റെ കമ്മീഷനിംഗ് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യ സ്വന്തമായൊരു വിലാസം കുറിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക മാത്രമല്ല, തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഇത്തരം യുദ്ധക്കപ്പലുകളിലൂടെ ഇന്ത്യ ലോകത്തിന് തന്നെ ഒരു പുതിയ മാതൃകയാവുകയാണ്. ആഴം കുറഞ്ഞ കടലിലെ യുദ്ധമുറകൾക്കും തീരദേശ പെട്രോളിങ്ങിനും വേണ്ടിയാണ് ഈ കപ്പൽ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളും തീരപ്രദേശങ്ങളും സുരക്ഷിതമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ INS മാഹിക്ക് സാധിക്കും. ഈ കപ്പലിന്റെ സാങ്കേതിക തികവിനെക്കുറിച്ച് പരിശോധിച്ചാൽ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവ് വ്യക്തമാക്കും. അത്യാധുനികമായ ആയുധങ്ങളും സെൻസറുകളും ആശയവിനിമയ സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് കാണാം. വെള്ളത്തിനടിയിലുള്ള ഭീഷണികളെ, പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങളുടെ മുങ്ങിക്കപ്പലുകളെ കൃത്യതയോടെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും ഈ സംവിധാനങ്ങൾ സഹായിക്കും. ആഴം കുറഞ്ഞ ജലാശയങ്ങളിൽ ദീർഘനേരം ഓപ്പറേഷനുകൾ നടത്താനുള്ള ശേഷിയും സാങ്കേതികമായി വളരെ മുന്നിട്ട് നിൽക്കുന്ന മിഷനറി കൺട്രോൾ സംവിധാനങ്ങളും INS മാഹിയുടെ പ്രത്യേകതയാണ്. ഈ കപ്പലിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ നിർമ്മാണമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് INS മാഹി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ വലിയൊരു വിജയമാണിത്. കപ്പലിലെ 5ൽ 4 ഭാഗം ഘടകങ്ങളും, അതായത് ഏകദേശം 80% ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ് എന്നത് ശ്രദ്ധേയമാണ്. വിദേശ രാജ്യങ്ങളെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്ന ഇന്ത്യയുടെ നയത്തിൽ നിന്നുള്ള ഒരു മാറ്റമാണിത്. മുംബൈയിൽ നടന്ന ചടങ്ങിൽ വെച്ച് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നാവികസേനക്കായി നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ ആദ്യത്തേതാണ് INS മാഹി. സങ്കീർണമായ യുദ്ധക്കപ്പലുകൾ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഫീൽഡ് ചെയ്യാനുമുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശേഷിയാണ് ഇത് അടയാളപ്പെടുത്തുന്നതെന്ന് ചടങ്ങിൽ ജനറൽ ദ്വിവേദി എടുത്തു പറയുകയുണ്ടായി. INS മാഹിയുടെ നിർമ്മാണം ഇന്ത്യയുടെ വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള ചെറിയൊരു ചുവടുവെപ്പ് മാത്രമാണ്. 2035ഓടെ നാവികസേനയുടെ കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും എണ്ണം 200-ലധികമായി ഉയർത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2037ഓടെ ഇത് 230 വരെ എത്താനും സാധ്യതയുണ്ട്. ഇതിനായി സൗഹൃദ രാജ്യങ്ങളിലെ പ്രതിരോധ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഇന്ത്യൻ ആയുധ നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാലത്തെ പ്രതിരോധ ബന്ധത്തെക്കുറിച്ചും ഈ അവസരത്തിൽ പരാമർശിക്കേണ്ടതുണ്ട്. 1960കൾ മുതൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ റഷ്യ ഇന്ത്യക്ക് തമിൽ എന്ന ഫ്രിഗേറ്റ് കൈമാറിയിരുന്നു. റഷ്യയിലാണ് ഇത് നിർമ്മിച്ചതെങ്കിലും അതിൽ 26% ഘടകങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളതായിരുന്നു. നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങൾക്കും ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ മേൽനോട്ടം വഹിച്ചു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ INS മാഹിയിലേക്ക് എത്തുമ്പോൾ തദ്ദേശീയ പങ്കാളിത്തം 80%-ആയി ഉയർന്നു എന്നത് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിലെ വലിയ കുതിച്ചുചാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൗഹൃദ രാജ്യവുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വിജയകരമായ നയമാണിത്. ഇവിടെയാണ് ഇന്ത്യ ലോകത്തിന് ഒരു മത്സരാർത്ഥിയായി മാറുന്നത്. കേവലം സ്വന്തം ആവശ്യങ്ങൾക്കുള്ള കപ്പലുകൾ നിർമ്മിക്കുക മാത്രമല്ല, മറിച്ച് സൗഹൃദ രാജ്യങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചു നൽകാനുള്ള ശേഷിയും ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വികസനം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാദാതാവായി രാജ്യത്തെ മാറ്റുകയും ചെയ്യും. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായം പ്രയോജനപ്പെടുത്തുമ്പോഴും നിർമ്മാണത്തിലും മേൽനോട്ടത്തിലും ഇന്ത്യൻ വിദഗ്ധരുടെ പൂർണ്ണമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. തീരദേശ സുരക്ഷ ഉറപ്പാക്കാനും അന്തർവാഹിനി ഭീഷണികളെ അതിവേഗം നേരിടാനുമുള്ള ഈ കപ്പലിന്റെ ശേഷി തദ്ദേശീയ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമുള്ള ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. INS മാഹിയിലൂടെ ഇന്ത്യ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. സമുദ്ര സുരക്ഷയിൽ ഇനി ഇന്ത്യ ആരെയും ആശ്രയിക്കില്ല, മറിച്ച് ലോകത്തിന് മാതൃകയായി ഇന്ത്യ മാറും.